ഓന്റെ മോന്തൊക്കെ ഇട്ട് രണ്ടെണ്ണം പൊട്ടിക്കായിരുന്നില്ലേ? അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ ചേച്ചി? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നാലെ കൂടുന്ന എന്തിനാ? അതൊക്കെ വലിയൊരു കഥയാ. വലിയൊരു സംഖ്യ ഉമ്മാന്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഉമ്മ തന്നെ കെട്ടിച്ചുകൊടുക്കാന്ന് പറഞ്ഞോ? അയാളാ പറഞ്ഞ എന്നെ കെട്ടിച്ചു കൊടുക്കണമെന്ന്. നിവൃത്തിയില്ലാതെ ഉമ്മ സമ്മതിച്ചു. നമ്മളൊന്ന് താണുകൊടുത്ത എല്ലാം തീർന്നു. അയാൾക്ക് പോയടുത്ത കോളും കുട്ടികളും ഉണ്ട്. ഇപ്പൊ എന്നെ ദുബായ് കൊണ്ടുവന്ന് പറഞ്ഞേക്കാ. പാവ ഉമ്മ അതൊക്കെ വിശ്വസിച്ചു. മറ്റേ ലവകുശന്മാരുടെ കാര്യം എന്തായി? പാവങ്ങളെ കൊച്ചുനാൾ മുതലുള്ള കൂട്ട. അൻവറിന് കുന്നായ്മത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവനാ. ശ്രീകുട്ടന്റെ കാര്യ കഷ്ടം. നല്ല മാർക്കോടെ എഞ്ചിനീയറിംഗ് പാസ്സായതാ. ഇതിൽ നിനക്കാരോടാ കൂടുതൽ ഇഷ്ടം? അവര് രണ്ടും എന്റെ ചങ്കല്ല മോളെ. എന്നാലും നിന്നോടൊരു ലൈനില്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പോലും തെറ്റാ. അവരുടെ ഉള്ളൊന്നറിയണ്ടേ? അവരെന്റെ വെളിച്ചാണ്. അവരെ കാണുമ്പോ എന്റെ സങ്കടങ്ങളൊക്കെ പോവും. പാവങ്ങളുടെ ലിസ്റ്റ് ചോദിച്ചാലേ ഈ നാട്ടിലെ ഏറ്റവും വലിയ പാവം ഞാൻ തന്നെ. അതൊന്നും എനിക്കറിയില്ലേ. ഞാൻ ഉദ്ദേശിച്ചതേ. മനസ്സിലായി. ഞാനൊന്ന് തിരക്കട്ടെ. അർഹതയുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ. ഓ, ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സഹായിക്കാറുണ്ട്. പക്ഷേ ഈ നാട്ടുകാർക്ക് മൊത്തത്തിൽ നന്ദിയില്ല. ഒറ്റ എണ്ണത്തിൽ നന്ദിയില്ല. അവര് തന്നെയല്ലേ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്? എനിക്ക് പകരം ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിന്നാൽ ഇവിടെ ജയിക്കും. പാർട്ടി അത്രയ്ക്ക് സ്ട്രോങ് ആണ്. എല്ലാവരെയും ഞാനൊന്ന് വേണ്ട വിധത്തിൽ. ഞാൻ അത്രക്കാരനല്ല. അഴിമതി, കൈക്കൂലി ഇതെനിക്ക് താങ്ങാനേ പറ്റത്തില്ല. അപ്പൊ എനിക്ക് രോമാഞ്ചുണ്ടാവും. ഇപ്പോഴേ രോമനി സംഭാവനയാവാമല്ലോ. അത് മാത്രമേ പാടുള്ളൂ. എന്നാ പിന്നെ ഞാൻ പിന്നെ വരാം. തോമസ് ചെക്ക് ആ ചെക്ക് ഇങ്ങോട്ട് വാ. ഇനി ഞാൻ അങ്ങോട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ടോളാം. ഒരു വലിയ മുതലാളിയെ കാണുന്നതന്നെ എനിക്ക് ത്രില്ലാണ്. ത്രില്ല്. എപ്പോ വേണമെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനും. ഒരു മെമ്പറിൽ ഒതുങ്ങേണ്ടവനല്ല താങ്കൾ. താങ്കളുടെ രാഷ്ട്രീയ ഭാവി അതിശോഭനമാണ്. പക്ഷേ എന്റെ ഹൈക്കമാൻഡ് അത്ര സ്ട്രോങ് അല്ല. അതൊക്കെ നമുക്ക് സ്ട്രോങ് ആക്കാതെ. രാവിലെ വന്ന് നിന്നാല് പിന്നെ അടക്കുമ്പോഴേ മുമ്പ് 10-20 ആയിരുന്നു, ഇപ്പൊ 50. അവർക്കും കൂടി ജീവിക്കണ്ടേ? എന്നാ പോലെ പിന്നെ കണക്കൊക്കെ പിന്നെ സെറ്റിൽ ചെയ്യാം. ഉച്ചക്കുള്ളവർ കയറിട്ടില്ലേ? ഉച്ചക്ക് നിങ്ങളുടെ കയറണം കേട്ടോ. മതി. ആ കീ എടുക്കടാ. എന്താ സാർ? ഈ ഹെൽമെറ്റേ തലയെ വെക്കാനുള്ളതാ. ശരി സാർ. ഇതുപോലെ തൂക്കിയിടാനുള്ളതല്ല. ശരി സാർ. മനസ്സിലായടാ? മനസ്സിലായി സാർ. മനസ്സിലായ നിനക്ക് കൊള്ളാം. ശരി സാർ. ലൈസൻസ് എടുക്കടാ. അവിടെ കാണിക്കേ. ഇതാ സാർ. കറക്റ്റ് ആണോ? ഓക്കെ സാർ. ഇവനെ ഫൈൻ അടപ്പിച്ച് വിട്ടാൽ മതി കേട്ടോ. ആ ഹെൽമെറ്റ് എടുക്കടാ. തലേ വെക്ക്. ഇനി വണ്ടിയെ കയറ്. കേരള കേട്ടോ. ഇനി കീ ഇല്ലാതെ ഓടിക്കുക. നീ 1 മണിക്കൂർ ഓടിച്ച് പഠിക്കുക കേട്ടോ. ശരി സാർ. ആഹാ കൊള്ളാം. ഇങ്ങോട്ട് പറഞ്ഞില്ല. ഊതിക്കേ. അയ്യോ സാറേ, ഊതിയാ ശരിയാവില്ല. ഇതിലോട്ട് ഊതാനാ പറഞ്ഞത്. ഞാൻ ഊതില്ല. എന്താണ് ഊതിയാലോ? ഊതിയാ ശരിയാവില്ല. ഓ, എന്തൊരു കെട്ടനാറ്റം വേടാ. വല്ല നല്ല സാധനം മേടിച്ച് കഴിക്കടാ. ശരി സാർ. ആ അയ്യോ സാറേ, വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്ക. ഒരു മരണത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് വരുന്നതാ. ഇങ്ങനെ പോയാലേ നിന്റെ മരണം എടുക്കേണ്ടി വരും. ഓടിച്ച് പഠിച്ചോടാ. ഇതാക്കി. താങ്ക് യു സാർ. ആ വിട്ടോ. ഹെൽമെറ്റും ഇല്ലാതെ കാൽനടയെ ബൈക്കും വെച്ചെങ്കിൽ പോരും. ഇവൻ്റെയൊക്കെ ഒരു കോലം കണ്ടില്ലേ? കാർട്ടൂൺ വരച്ചു വെച്ച പോലെ ഉണ്ടല്ലോടാ. സാറേ, ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. അതെയോ? പെട്ടെന്ന് വിടാ. എന്താ പരിപാടി? മദ്യപിച്ചിട്ടുണ്ടോടാ? ഞങ്ങള് മദ്യപിക്കാറേ ഇല്ല. അതെയോ? വേണമെങ്കിൽ ഊതിച്ചോ. പക്ഷെ എന്തോ കുഴപ്പമുണ്ടല്ലോ. ആ വണ്ടി രണ്ടും ചെക്ക് ചെയ്യേ. അത് വേണ്ട സാർ. ഇങ്ങോട്ട് വാടാ. അടി ഞാൻ പണ്ടേ നിർത്തിയതാ. സാറേ വേണ്ട, ഇത് തീക്കളിയാ. തീക്കളി എനിക്ക് പണ്ടേ ഇഷ്ടമാടാ. നീങ്ങി വാ, ഒരു കാര്യം ചോദിക്കട്ടെ. പണിയാവേ. ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഇത് ഞങ്ങള് പൊളിച്ചടുക്കും. അതെ, വലിയ വലിയ വർത്താനങ്ങൾ പറയും. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനൊന്നും പറഞ്ഞ് ശീലമില്ലേ. എന്നാൽ താനത് ചെയ്ത് കാണിക്കടോ. താൻ നോക്കിക്കോ, നല്ല 1-ാം തരം പാര തനിക്ക് ഞാൻ പറ്റും. മോഹൻ അത് മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് ഇപ്പോഴെങ്കിലും പിടി കിട്ടിയല്ല. കിട്ടി. എത്ര കിട്ടി? ഞങ്ങൾ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾക്കും തോന്നണ്ടേ മോനാ അത്. അപ്പൊ നമുക്ക് ഇനി കളിയാണ്. കാണാം.
കാണാന്നേ. ഇതൊക്കെ വെറും ഫൗള് കളിയാ മോനാ. നമുക്ക് നോക്കാന്നേ. കോടികളുടെ അഴിമതിക്കെതിരെ ഞങ്ങളൊരു അവിശ്വാസ പ്രമേയം കൊടുത്തു. അതെ മോനാ, ആദ്യം നീ നിന്നെ തന്നെ വിശ്വസിക്കും. വെറുതെ ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞോണ്ട് കാര്യമില്ല. പിന്നെ? തെളിവ് വേണം, തെളിവ്. അതൊക്കെ ഞാൻ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചോളാം. ശരി, ഞാൻ വെല്ലുവിളിക്കുന്നു. നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിന്റെ തനിനിറങ്ങി പൊതുജനങ്ങളൊന്നും അറിയട്ടെ. ഞാനൊരു തുറന്ന പുസ്തകമാണ്. അത് അടച്ചു വെക്കേണ്ട സമയമായി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. എന്താ രണ്ടാളും കൂടി ഒരു കശപിശ? എന്താണെന്നോ കുടിയുള്ള പ്രശ്നം? അഴിമതി? അതങ്ങ് മീറ്റിംഗ് പറഞ്ഞാ മതി കേട്ടാ. നമസ്കാരം. നമസ്കാരം മെമ്പറെ. നമസ്കാരമുണ്ട്, നമസ്കാരം. പിന്നെ ഇന്ന് അർജന്റായിട്ട് ചില കാര്യങ്ങളൊക്കെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ്. അയ്യോ, അപ്പൊ ഇന്നലെ ഉറങ്ങി കാണത്തില്ല. എന്റെ ഇഷ്ടം ഒട്ടും പറഞ്ഞിട്ടില്ല. ആണോ? സമത്വ സുന്ദരമായ പട്ടികളില്ലാത്ത ഒരു പഞ്ചായത്ത്. ഛെ, എന്തോന്നാണ്? അതാവണമെങ്കിൽ നിന്നെ ആദ്യം ഇവിടുന്ന് പറഞ്ഞു വിടും. ആക്കല്ലേ ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാം കൂടെ എന്നെ ഇവിടെ കൊണ്ടു ചെന്നങ്ങാക്കി. അപ്പൊ എനിക്ക് എന്തെങ്കിലും ആക്കട്ടെ. പിന്നെ ആക്കണം. അപ്പൊ ഞാൻ എന്തെങ്കിലും ആക്കിക്കൊണ്ട് വരുമ്പോ നീ അതിന്റെ മേളിയിട്ട് ആക്കല്ലേ. എന്റെ ഉലകന്നാന, നീ എന്തെങ്കിലും ഒന്ന് ആക്കി. ആ, എന്തെങ്കിലും അറിയാവുന്നവനോട് ആക്കാൻ വരുമ്പോൾ ആക്കത്തൂല്ല, എവനൊന്നും ആക്കിക്കത്തൂല്ല. പോയി നീ എന്തെങ്കിലും ആക്കി. നീ ഇവിടുന്ന് പോയി ചെല്ല്, ചെല്ല്. എന്തെങ്കിലും ആക്കാൻ പറ്റും, ഞാനൊന്ന് നോക്കട്ടെ. എന്താണ് നിന്റെ പേര്? ജോർജ് കുട്ടി. ഏ? ജോർജ് കുട്ടി. ജോർജ് കുട്ടി. എന്ത് ചെയ്യുന്നു? പഠിത്തം കഴിഞ്ഞ് വെറുതെ ഇരിക്കും. നിന്റെ പേരോ? അനസ്. കേൾക്കുന്നില്ല. അനസ്. അനസ്. എന്താ പരിപാടി? ബാംഗ്ലൂരിൽ BBA. നീയോ? വിഷ്ണു. കൊച്ചിയിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു. കഴിഞ്ഞോ? കഴിഞ്ഞു. കൊള്ളാം. ഇതുണ്ടല്ലോ അവിടെ ഇത്തിരി. നിന്റെ പേരെന്താടാ? രബീഷ്. എന്താ പരിപാടി? ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. നീ ഒന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടാ. എന്തിനു പഠിക്കുന്ന വെറുതെ? മാതാപിതാക്കള് പ്രതീക്ഷയോടെ പണം ചെലവാക്കി പഠിപ്പിക്കും. നീയൊക്കെ പഠിക്കുന്നതോ മറ്റു പലതും. കയ്യൂർ സത്യനടി പണ്ടേ നിർത്തിയതാ. സ്റ്റിക്കർ എവിടെ നിന്ന് കിട്ടാ സാധനം? അതൊരു ഫ്രണ്ട് വന്നു. ഏത് ഫ്രണ്ട്? അത് സത്യം പറയടാ. പട്ടി ഞാൻ പണ്ടേ നിർത്തുക. സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ കൊള്ളാം. പറയടാ. സാർ നമസ്കാരം. സാർ നമസ്കാരം. ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാണ്. ഇവനൊന്നും കുട്ടികളല്ല, ഇവരൊക്കെ ക്യാൻസറാ. മയക്കുവെടി കൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അറിയാതെ പറ്റിപ്പോയതാണ് സാർ. ഇവർക്കൊക്കെ വേണ്ടി വക്കാലത്തുമായിട്ട് വരെ നിങ്ങളെപ്പോലുള്ളവർ കഷ്ടം തന്നെ. മേലിൽ ആവർത്തിക്കില്ല സാർ. ഇതൊക്കെ പുറത്തറിഞ്ഞാൽ ഇവരുടെയൊക്കെ ഭാവി. സാർ, അത് പിന്നെ ഈ സംശയം കാരണം ചോദ്യം ചെയ്യുന്നുള്ളൂ സാർ. ഇല്ല, ചാർജ് ചെയ്യുന്നില്ല സാർ. ഉടനെ വിട്ടേക്കാം സാർ. വണ്ടി എടുത്ത്. സാറേ, സാറിതങ്ങോട്ടാ. എനിക്ക് പിള്ളേരെ കൂടെ കളിക്കണം. അത് വേണം. വേണം. നഷ്ടപ്പെട്ട എന്റെ ബാല്യം എനിക്ക് തിരിച്ചു പിടിക്കണം. എടാ മക്കളെ, എന്നെ കൂടി ചേർക്കടാ. കളിക്കാൻ എന്നെ കൂടി ചേർക്ക്. ഈപ്പൻ ഇടിക്കുള. മക്കളെ, ഞാനും ഉണ്ടാ നിങ്ങളുടെ കൂടെ കളിക്കാൻ. ഇത് ഞങ്ങൾ അടിച്ചോളാം. അവിടെ എവിടെയെങ്കിലും പോയി. അത് പോരാ. ഇപ്പൊ ഞാനും നിങ്ങളുടെ പോലെ ഒരു കുട്ടിയാ. ഇതൊന്നും ശരിയാവില്ല. ഒരാഗ്രഹാണ്, പ്ലീസ്. വൈകിട്ട് വയസ്സന്മാരുടെ കളിയുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളുടെ കൂടെ കളിച്ചാ മതി. ചേടാ, പുലിവാലായല്ലോ. നോർമലാ. ഇന്നത്തെ ഫുൾ ചെലവ് എന്റെ. ഞങ്ങള് 10-20 പേരുണ്ട്. അതൊന്നും പ്രശ്നമല്ല. നോ പ്രോബ്ലം. എന്ത് വേണമെച്ചാ പറഞ്ഞാ മതി. ശരി, അപ്പൊ ഓക്കെ, റെഡി. എന്നാ നമുക്ക് കളി തുടങ്ങാം. അവിടെ നിന്ന് എങ്ങോട്ട് തള്ളി കയറി പോകുന്നത്? ചായയോ? ഒന്ന് പോയേ. രണ്ടിത്തിരി അങ്ങോട്ടോ സ്ഥലം. എടോ, ഇത് മുഴുവൻ എന്റെ സ്ഥല.
നീ ആരാണ്ടാ ചോദിക്കാൻ ഓ വട്ടല്ലേ ചെല്ല് ഇവിടെ അങ്ങനെ കറങ്ങി നിൽക്കണ്ട. VIP കളൊക്കെ വരുന്ന സ്ഥലവാ. വലിയ വലിയ ആൾക്കാര്. മര്യാദയ്ക്ക് പറഞ്ഞാ കേൾക്കില്ല. ആളെന്നേരം നോക്കണം. ഇതാരാന്നറിയോ നിനക്ക്? ആലച്ചോട്ടം വന്നാട്ടെ, നമുക്ക് അകത്തോട്ടിരിക്കാം. ഞാൻ പോവാ. Mirror is my best friend because when I cry, it never laugh. എടി ഞാനൊരു റിക്വസ്റ്റ് അയച്ചിട്ട് നീ എന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? എനിക്ക് മനസ്സില്ല. എടി ഈ പഞ്ചായത്തിലുള്ള എല്ലാ അണ്ടനും അടകോടെ മുഴുവനും നിന്റെ ഈ ലിസ്റ്റിലുണ്ട്. അപ്പൊ ഞാൻ നിനക്കൊന്ന് അയക്കും. 1-2 തവണ ഞാൻ ഡിലീറ്റ് ചെയ്തതാ. ഇനി അയച്ചാലുണ്ടല്ലോ. സ്വന്തം ഭാര്യയ്ക്ക് ഒരു റിക്വസ്റ്റ് അയക്കുവാനുള്ളൊരു അധികാര സ്വാതന്ത്ര്യം പോലും എന്റെ ഈ പഞ്ചായത്തിനില്ലേ? ലിസ്റ്റിലുണ്ടല്ലോ കുറെ എണ്ണം. ഹോങ്കോങ്, യൂട്യൂബ്, സൗത്ത് ആഫ്രിക്ക, ചെക്കോസ്ലേവിയ. പേര് പോലും നേരെ ചൊവ്വേ വായിക്കാൻ അറിയാൻ മേല. എന്നിട്ടാ എടി ഞാനേ സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാന്നുള്ള കാര്യം നീ വിസ്മരിക്കരുത്. അത് ഇവിടെയല്ലേ. അതിന്റെ കാര്യം കൂടുതൽ വിളമ്പണ്ട. എടി സോഫി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സോറി തരൂലേ? അതല്ല, മൈദ കൊണ്ടുള്ള പൊറോട്ടയാണോ ആട്ട കൊണ്ടുള്ള പൊറോട്ടയാണോ നല്ലത്? നിങ്ങളുടെ കാര്യത്തിലേ എല്ലാം കണക്കാ. ചെന്ന് കിടന്ന് ഉറങ്ങും മനുഷ്യ. എടി അപ്പൊ നീ ഞാൻ കുറച്ച് ലേറ്റ് ആവും. ചാറ്റി ചാറ്റി നീ നേരം വെളുപ്പിക്കടി. ഇത് ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ്. കണക്കായി പോയി. എന്റെ മനസ്സിലെന്താ പറയ്? ഒന്നുമില്ല. പിന്നെ എന്തിനായി ആ ഹാരിസിന്റെ കാര്യം എന്നോട് മിണ്ടണ്ട. ഉമ്മക്കെല്ലാം അറിയാം. പക്ഷെങ്കിലേ എനക്കും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് ഉമ്മ. ഹാരിസിന് എന്താ ഒരു കുഴപ്പം? പ്രായലേശം കൂടുതലാ, പണമില്ലേ, സ്വന്തം പൊരയില്ലേ. ഓൻ എന്ത് കുഴപ്പമില്ലാത്ത? എവിടെ കോളും പിള്ളറും ഉണ്ടെന്ന് ഓനെന്നെ അറിയില്ല. എനക്കോനെ കാണുന്നതേ വെറുപ്പ. ഹാരിസിനോട് ഉമ്മ ബാക്ക് പറഞ്ഞു. നമ്മളീ അവസ്ഥ അതന്നെ ഓനെപ്പോലില്ലവരെ നോട്ടം. കാശ് കൊടുത്ത് പാട്ടിലാക്കുക. എന്റെ ബാപ്പ ഉണ്ടായിരുന്നില്ലേ നമുക്ക് ഗതി വരില്ലായിരുന്നു. ആടുന്നവിടുന്ന് കടം മേടിച്ച് എത്ര നാളാ. നീ വിചാരിച്ചാല് ബാപ്പാന്റെ ചികിത്സക്കായി പൈസ ഇപ്പൊര വിറ്റിട്ടാന്ന് ഞാൻ കൊടുക്കും. ഇത് വിറ്റാല് എന്ത് കിട്ടാനാ? പിന്നെ നമ്മൾ എങ്ങോട്ട് പോവും?